ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് എനിക്ക് ഓഫാണ്. അപ്പം ഒരു ക്രിയേറ്ററെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് വേണം. കണ്ടന്റ് ഉണ്ടെങ്കിലേ നമുക്ക് എന്തെങ്കിലും വീഡിയോ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ കണ്ടന്റ് ഇല്ലാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. അപ്പോഴാണ് പെട്ടെന്നൊരു കോളിംഗ് ബെല്ല് കേട്ടത്. നമുക്ക് ആരാ നോക്കാം. തുറന്നോ. കണ്ടന്റ് ഇല്ലാത്ത വിഷമിച്ച് നിൽക്കണ എന്റെ മുമ്പിലേക്ക് 2 ബാഗ് നിറയെ കണ്ടന്റുമായിട്ട് ഒരു കടവാവല് കഥക് തുറന്ന് മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. എന്താടാ ബാഗില്? കണ്ടന്റ് ആണോ? തുണിയാ? ഇന്ന് എന്റെ ഇവിടെ എന്താ കാര്യം? ഷൂട്ടിനാ? ഇപ്പഴാ? ഇന്ന് ഷൂട്ടിലില്ല. ഇതിന് എന്നാ? അയ്യോ, പിന്നെ എനിക്കൊരു കാര്യം പറയണ്ട. നിന്റെ കല്യാണം കഴിഞ്ഞ്, ഇവന്റെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യാ. ഈ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെയല്ല. അപ്പൊ ഇവന്റെ കല്യാണത്തിന് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് കല്യാണത്തിന് വരാൻ പറ്റില്ല. ഈ ഇവന്റെ എന്തോ സൈക്കോ ആണോ നീ ശരിക്കും സൈക്കോ ആണല്ലോ. കറക്റ്റ് ഈ വീഡിയോ ഉണ്ട്. നീ ശരിക്കും സൈക്കോ ആയിട്ട് സൈക്കോ ആയിട്ട് ഒന്ന് എന്നെ സൈക്കോ ആയിട്ട് നോക്കണം. എടാ, നീ ഇങ്ങനെ ഒന്നും നിന്റെ ഭാര്യയുടെ അടുത്തേക്ക് പോയി അഭിനയിക്കാൻ സത്യം പറയാ. സീരിയസ്ലി ഞാൻ നടന്ന് ക്യാമറ ഞാൻ ഷോട്ട് എടുത്ത് ഞാൻ നേരെ ഇത് ഓൺ ആക്കിയിട്ടുണ്ട്. ഈ ബാക്കിൽ സൈക്കോ വാങ്ങിങ്ങനെ വരുന്നേ. നിന്റെ അഭിനയ ജീവിതം റിയൽ ലൈഫിലേക്ക് കടന്നു വരേണ്ടത് ഞങ്ങളുടെ ടീമിന്റെ ജേഴ്സി ആട്ടോ. സൂപ്പർ കൺവെന്റ് ടീമിന്റെ ജേഴ്സിയാണ് SK. ഈ നാറി അടുപ്പിച്ചില്ല, കാരണം ഇവൻ വരാറില്ല കളിക്കാൻ. അപ്പം ഇവന്റെ കല്യാണത്തിന് എനിക്ക് പോവാൻ പറ്റില്ല. അതിന് കാരണം എന്താന്ന് വെച്ചാൽ അന്നായിരുന്നു നമ്മുടെ ഉമ്മച്ചേച്ചിയുടെ മോളുടെ കല്യാണം. ഉമ്മച്ചേച്ചി എന്ന് പറഞ്ഞാൽ എന്നെ ഫസ്റ്റ് മുതലേ എന്നെ താങ്ങി നിർത്തുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ഇവനോട് പറഞ്ഞു, ഇവൻ കല്യാണം വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു എന്നെ ഉമ്മച്ചേച്ചി ഇത് കല്യാണത്തിന്റെ ആ ടൈമിൽ എന്നോട് പറഞ്ഞതാ, എടാ മെയ് 25 നീ ഇപ്പഴേ മാർക്ക് ചെയ്തോന്ന് പറഞ്ഞിട്ട് ഉമ്മച്ചേച്ചി എല്ലാവരും വിളിക്കുന്നതിന് മുമ്പ് എന്നോട് ആ ഡേറ്റ് പറഞ്ഞതാ. അപ്പം അതിന് പോയില്ലെങ്കിൽ മോശമാണ്. അപ്പൊ ഇവനോട് കുറെ പറഞ്ഞു, എടാ ഞാൻ മാക്സിമം നോക്കാം, ഒന്നെങ്കിൽ ഞാൻ രാവിലെ അവിടെ കൂടിയിട്ട് വൈകുന്നേരം വരാന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചതാ. പക്ഷെ അവിടെയും രാവിലെയാണ്, ഇവിടെയും നിന്റെ അവിടെയും രാവിലെ. അവിടെ ട്രിവാൻഡ്രത്തായിരുന്നു കല്യാണം. നിന്റെ അവിടെ പന്തളം. എങ്ങനെ എനിക്ക് തോന്നുന്നു 2 മണിക്കൂർ യാത്ര അല്ലടാ. 100 കിലോമീറ്റർ. അപ്പൊ 2 കിലോമീറ്റർ മേലെ ഉണ്ടാവും ട്രാഫിക്കും കാര്യങ്ങളൊക്കെ വരുമ്പോ. അപ്പൊ എനിക്ക് എങ്ങനെ പുറപ്പെട്ടാലും അവിടെ എത്താൻ പറ്റില്ല. അപ്പം കുറെ പേര് ചോദിച്ചിട്ടുണ്ട്, കുറെ പേര് വിചാരിച്ചിട്ടുണ്ടോ നമ്മൾ തല്ലൊക്കെയാണ്, ഭയങ്കര തല്ലൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടാവും. കാരണം നിന്റെ കല്യാണത്തിന് വന്നില്ല എന്ന് പറഞ്ഞാലേ എന്തോ ഒരു വന്തികേട് തോന്നിയിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല, ഭയങ്കര ഫ്രണ്ട്ലി ആണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഗിഫ്റ്റ് കിട്ടുന്നത് ആദ്യമായിട്ട് നിന്റെ കയ്യിൽ നിന്ന് കേട്ടോ. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഗിഫ്റ്റ് മീൻസ് പിറന്നാളിന് എനിക്ക് കുറെ വയസ്സ് കഴിഞ്ഞ ശേഷമാണ് ഗിഫ്റ്റ് ഒക്കെ കിട്ടാൻ തുടങ്ങി. എനിക്ക് ചെറുപ്പത്തിൽ ഓരോ ഗിഫ്റ്റ് മീൻസ് കേക്ക് മുറി അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. നാട്ടുമ്പുറാണ് ഭയങ്കര. ഞങ്ങള് അമ്പലത്തിൽ പോവുക, അങ്ങനത്തെ പരിപാടികൾ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകലുണ്ടാവുക. പക്ഷെ ഒരു ലെവൽ എത്തി കഴിയുമ്പോൾ ഗിഫ്റ്റ് കിട്ടാൻ തുടങ്ങി. ലെവൽ മീൻസ് കുറച്ച് വയസ്സ് കൂടി, കുറെ ഫ്രണ്ട്സ് ഒക്കെ എത്തിയപ്പോൾ ഗിഫ്റ്റ് ഒക്കെ കിട്ടാൻ തുടങ്ങി. പിന്നെ ഒരുപാട് ഗിഫ്റ്റ്, എന്നും ഗിഫ്റ്റ് എനിക്ക്. ഈവൻ എന്തേലൊക്കെ വാങ്ങി തരും. എനിക്ക് ഈ അധികം എഴുത്തൊന്നും ഇല്ലാത്ത എനിക്കിങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു, ഇടയ്ക്ക് ഇങ്ങനെ എഴുതണം അല്ലെങ്കിൽ എന്തെങ്കിലും വരയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇവ അന്ന് രാത്രിനെ പോയിട്ട് എനിക്ക് ഒരുപാട് ഒരു ബുക്കിന് മൊത്തം കിറ്റ് അല്ലെ, പെയിന്റിങ്, ഡയറി, ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. പക്ഷെ അതിന്റെ ഇതെന്താ വെച്ചാൽ ഞാൻ ഒരു ഡയറി മാത്രം ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് എപ്പോഴും ഞാൻ ഇവിടെ ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടു നടക്കും. ഈ പ്രാവശ്യം വീട്ടിലുണ്ട് ആ ചെറിയൊരു പോക്കറ്റ് ഡയറിയില്, അത് ഞാൻ കൊണ്ടു നടക്കുന്നുണ്ട്. കാരണം എന്തെങ്കിലുമൊക്കെ എഴുതാന്ന് വെച്ചിട്ട്. പക്ഷെ ഇപ്പൊ ഇനി എഴുതും, കാരണം നമുക്ക് ഓരോ കണ്ടന്റ് ആയാലും വരയ്ക്കാൻ പെൻസിൽ, അങ്ങനത്തെ ഒരുപാട് ഗിഫ്റ്റ്. പിന്നെ ഇവനൊരു ഡോക്ടർ പോലെ കേട്ടോ. എന്ത് അസുഖം പറഞ്ഞാലും മരുന്ന് ആശാന്റെ കയ്യിലുണ്ടാവും. ഇപ്പൊ എടുത്തുണ്ടോ നീ കുറെ മരുന്ന്? പനി ആയാലും നടുവേദന, മറ്റേ ഞാൻ പറഞ്ഞ ഒരു ഫാർമസി പോയ എങ്ങനെയാ. അപ്പൊ ഇന്നലെ ഇപ്പൊ അടുത്ത് കഴിഞ്ഞ ഷെഡ്യൂളിലായിട്ട് ആർക്കും വയ്യ. ഇപ്പൊ ഇങ്ങനെ ഡോക്ടേഴ്സ് ഒക്കെ ചോദിക്കുന്നത് എന്താ അവിടെ വേരുണ്ടോ, ഇവിടെ വേരുണ്ടോ, രാത്രി എന്താ കഴിച്ചത്. അപ്പൊ അതിനുള്ള കറക്റ്റ് മരുന്ന് വിളിച്ചു. ഇവന്റെ ചെറുപ്പത്തിൽ ആഗ്രഹം +2 കഴിഞ്ഞിരിക്കുക, അതായിരുന്നു ആഗ്രഹം, ഡോക്ടർ ആവണമെന്നായിരുന്നു. പക്ഷെ സാധിച്ചില്ല. എന്നെ പറ്റിയാ സാധിക്കാന് അന്ന് കുറച്ച് ബുദ്ധിമുട്ട്, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട്. ഡോക്ടർ ആവാൻ എനിക്ക് തോന്നുന്നു അധികം ഉണ്ടായിരുന്നു. ഇപ്പൊ പക്ഷെ നീ ഡോക്ടർ ആവണ ഫീൽഡിനെക്കാട്ടും കൂടുതൽ നീ എൻജോയ് ചെയ്യുന്ന ഈ ഫീൽഡല്ലേ? ഞാനും ഈ എൻജോയ് ചെയ്യുന്ന ഈ ഫീൽഡ്. കാരണം നമുക്ക് ഈ ഫീൽഡിൽ ഗുണം ഞാൻ പറഞ്ഞ, നമുക്ക് ഭയങ്കര ഫ്രീഡം അല്ലേ? ഭയങ്കര ഫ്രീഡം, ഭയങ്കര ഒരു വർക്ക് ചെയ്യുവാണെന്നുള്ളൊരു തോന്നലുണ്ടാവില്ല. പിന്നെ പ്രത്യേകിച്ച് ഈ സെറ്റിലാവുമ്പോൾ ഭയങ്കര കമ്പനി, എല്ലാരും ഭയങ്കര കമ്പനി, ഭയങ്കര ചില്ല. അവിടെ ഒരാള് ഡയറക്ടറാണ് അല്ലെങ്കിൽ കൺട്രോളറാണ്, മറ്റേ അഭിനേതാവാണ്,
ആക്ടേഴ്സാണ്. അങ്ങനെ ജാട കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര എല്ലാവരും ഭയങ്കരമായിട്ട് കമ്പനിയാണ്. ഈ സെറ്റിൽ നല്ല അധിക സെറ്റിലും അങ്ങനെ ഉണ്ടാവുക, പക്ഷെ ഈ സെറ്റിൽ കുറച്ചും കൂടി നല്ലതാ. അപ്പം അഭിനയിക്കുമ്പോൾ ഫ്രീ ആണ്. ഇന്ന ടൈറ്റിൽ എന്ന് പറഞ്ഞല്ലോ ഒരു കൺട്രോളർ പ്രഭാതേട്ടൻ. അപ്പം പക്ഷെ നമുക്ക് പറഞ്ഞല്ലോ കൺട്രോളറുടേതായിട്ടുള്ള ഒരു സ്ട്രിക്റ്റ് എന്നല്ല, അദ്ദേഹം കുറച്ചുകൂടി ഒരു ബ്രദർലി ഫീലിംഗ് ആണ് നമുക്ക് എല്ലാവർക്കും. പിന്നെ വേണുചേട്ടനാണെങ്കിലും വർക്ക് ടൈമില് ആള് സ്ട്രിക്റ്റ് എന്നുമാണ് സ്റ്റിൽ, പക്ഷെ എങ്കിലും ഇവരുടെ അടുത്ത് പിന്നെ സ്ട്രിക്റ്റ്. എന്റെ അടുത്ത് സ്ട്രിക്റ്റ് അവിടെ എന്നോട് ഞാനും വേണുചേട്ടനും അങ്ങനെയാ. മീൻസ് വേണുചേട്ടന്റെ മറ്റേ എനിക്കിടാ വേണുചേട്ടന് ഒരു പാന്റ് സെറ്റ് ആയില്ല. ആ പാന്റ് ഞാനിപ്പോ യൂസ് ചെയ്യണേ. പിന്നെ വേണുചേട്ടന് ഇപ്പൊ പുതിയ ഷൂ വാങ്ങി, ഒരു നല്ല അടിപൊളി കിണ്ണം കാച്ചി ഷൂ ഏട്ട ഓൺലൈനിൽ വാങ്ങിയിട്ട് അത് എനിക്ക് തരാന്ന് പറഞ്ഞിട്ട്. അല്ല എനിക്ക് തരാന്ന് പറഞ്ഞു. ആ ഷൂ എനിക്ക് തരണം. അപ്പൊ ഞാനും വേണുചേട്ടൻ എന്നെ നല്ലതായിട്ട് ചീത്ത പറയും കേട്ടോ. എന്നെ നന്നായിട്ട് ചീത്ത പറയും. കാരണം വേണുചേട്ടന് ദേഷ്യം വരുമ്പോ, മീൻസ് എക്സ്ട്രീം ദേഷ്യം വരുമ്പോ ഏട്ടന് സ്നേഹമുള്ളവരോട് എനിക്ക് അങ്ങനെ തോന്നി കേട്ടോ. സ്നേഹമുള്ളവരോടെ ചൂടാവുള്ളൂ. പക്ഷെ എനിക്ക് ഭയങ്കര വിഷമാവാറുണ്ട്. പക്ഷെ എന്നെ ചീത്ത പറയും. എന്നിട്ട് അന്ന് രാത്രി എന്നെ കൊണ്ടുപോയിട്ട് ഫുഡ് വാങ്ങി തരും. അങ്ങനെയാണ് ഞാൻ വെയിറ്റ് കൂടാൻ കാരണം. വേണുചേട്ടൻ ഞാനും ഇടയ്ക്കിടയ്ക്ക് എല്ലാ ഷെഡ്യൂൾ വരുമ്പോഴാണ് ഞങ്ങൾ രണ്ടും ഡയറ്റ് എടുക്കും കേട്ടോ. പക്ഷെ ഡയറ്റ് മിക്കവാറും പൊട്ടിപ്പോകും. വേണുചേട്ടൻ പറയും ഇന്ന് ഈ മാസം ഞങ്ങൾ സെറ്റാണ്, ഡയറ്റ് തുടങ്ങും പറഞ്ഞിട്ട് ഷുഗർ കട്ട് എല്ലാം തുടങ്ങും. എന്നിട്ട് വേണുചേട്ടൻ തന്നെ എന്ത് ചെയ്യാറോ, ഉച്ചക്ക് ഈ മധുരം തരുമല്ലോ നമുക്ക് ഫുഡൊക്കെ കഴിച്ചാൽ, ആ മധുരം കഴിച്ചു തുടങ്ങും. പിന്നെ രാത്രിയാകുമ്പോ പിന്നെ വേണുചേട്ടൻ ടെൻഷൻ കൂടുമ്പോ ഫുഡ് കഴിക്കണം. എനിക്കാണെങ്കിൽ ഫുഡ് വേസ്റ്റ് ആക്കുന്ന ഇഷ്ടമല്ല. അപ്പൊ ഞങ്ങൾ രണ്ടാളും എനിക്ക് ആദ്യം അങ്ങനെ ചീത്ത കേട്ടിട്ടില്ല. ഇല്ലേ, എനിക്ക് ചീത്ത കിട്ടുന്ന അഭിമാനത്തോടെ പറയും. കാരണം ഇപ്പം കുറെ പേര് പറയും, മീൻസ് ഞാൻ നല്ലൊരു അഭിനേതാവാന്നല്ല പറഞ്ഞു. കാരണം ഇപ്പൊ പഠിച്ചു വരണുള്ളൂ. എന്നെ ഇങ്ങനെ ആക്കി മാറ്റിയതിന് പ്രധാന കാരണം വേണുചേട്ടൻ തന്നെയാ, അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ വന്നപ്പോ എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ഇതിനു മുമ്പ് സീരിയൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഒരു ത്രൂ ഔട്ട് ക്യാരക്ടറോ ഒരു ഹീറോ ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടില്ല. എന്റെ ആദ്യത്തെ പ്രൊജക്റ്റ് ആണ് ഹീറോ ആയിട്ട്. അപ്പം എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു, ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യോ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര പേടിയുണ്ട്. പക്ഷെ എന്നെ ഇങ്ങനെ അഭിനയത്തിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഇമ്പ്രൂവ്മെന്റോ അല്ലെങ്കിൽ നല്ല ഒരു ഇതാകും കാരണം വേണുചേട്ടനാണ്. പല കാര്യങ്ങളും പറഞ്ഞു തന്ന്. പിന്നെ ഇപ്പം ഒന്ന് തെറ്റി വിചാരിച്ച 2, 3, 4 ടേക്ക് പോയാലും വേണുചേട്ടൻ ഒന്നും പറയില്ല. അത് വേണുചേട്ടൻ കിട്ടുന്ന വരെ വേണുചേട്ടൻ അത് പറഞ്ഞ് മനസ്സിലാക്കി തന്ന്. പിന്നെ വേണുചേട്ടൻ എപ്പോഴാണ് ചൂടാവുക ഞാൻ നോക്കി വെച്ചതാ. ഒരു 8 മണി വരെ വേണുചേട്ടൻ ഭയങ്കര കൂളാണ്. 8 മണി കഴിഞ്ഞാല് 9:30 പാക്കപ്പ് പറയണല്ലോ. അപ്പത്തേക്ക് വേണുചേട്ടൻ ഹറിബറിയാ, ഭയങ്കര ഹറിബറിയായിട്ട് അല്ലെങ്കിൽ ഞങ്ങളെ കൂടെ അല്ല എത്ര ധൃതി ഉണ്ടെങ്കിലും 8:30 വരെ ഞങ്ങളോട് കളിയും ചിരിക്കാൻ ഉണ്ടാവുക. ഫുൾ ടൈം ഫ്രീ ആ വേണുചേട്ടൻ ഉണ്ടാവുക. 8:30 കഴിഞ്ഞ് നമ്മള് വേണുചേട്ടൻ കോമഡി പറഞ്ഞ് ചിരിക്കൂല. ഞാൻ നല്ല ചളി പറയും വേണുചേട്ടൻ ചിരിക്കില്ല. കാരണം ടൈം ആയല്ലോ. വേണുചേട്ടൻ അതിന്റേതായ ടെൻഷൻസ് ഉണ്ടാവും, സ്വാഭാവികമായിട്ടുണ്ടാവും. കാരണം ഞങ്ങളെ സംബന്ധിച്ച് അത് നോക്കേണ്ട കാര്യമില്ല. കാരണം ഒന്നാമത് ഞങ്ങൾക്ക് ആ പ്രഷർ അറിയില്ല. വേണുചേട്ടനെ സംബന്ധിച്ച് ഒരുപാട് വേണുചേട്ടനല്ല എല്ലാ ഡയറക്ടേഴ്സിനും ഉദ്ദേശിച്ച് ഭയങ്കര ടെൻഷൻ ഉണ്ടാവും. ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാല് ഈ സീരിയലിന്റെ ഡയറക്ടർ മാത്രമല്ല, ഒരുപാട് നമ്മുടെ ഈ സ്റ്റോറി തിരക്കഥ എന്നല്ല പറയാം, വൺലൈൻ ഇടുന്നത് വേണുചേട്ടനാ. ഇങ്ങനെ ഇടാൻ പറ്റുന്ന എനിക്കറിയാം. കാരണം ഇത് ശരിക്കും ഒരു റീമേക്ക് സ്റ്റോറിയാണ്, അല്ലെ? റീമേക്ക് സ്റ്റോറി. പക്ഷെ അതിനെ ഒരുപാട് മാറ്റം വരുത്തിയാണ് മലയാളത്തിൽ ചെയ്യുന്നത്. അത് വേണുചേട്ടനാണ് വൺലൈൻ ഇടുന്നത്. നിനക്ക് കഥ എഴുതാൻ അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടോ? എനിക്ക് കഥ എഴുതാൻ ഒന്നാമത് ഞാൻ പറഞ്ഞടാ, ഞാൻ വായിക്കൂല. എനിക്ക് ചില തോട്ടുകൾ വരും, അത് ചെയ്യാന്നുള്ള രീതി ചെറിയ ചെറിയ സംഭവം ഓർമ്മ വരും. അല്ലാതെ എനിക്ക് വേണുചേട്ടൻ എഴുതണ മാതിരി ഇപ്പൊ ഇന്നലെ പോലും എല്ലാരും വിചാരിച്ചത് ഇന്നലത്തെ എപ്പിസോഡിൽ ഞാൻ കൺമണിയെ കെട്ടുന്നതാണ്. അവിടെ നിന്നാണ് ട്വിസ്റ്റ് ഉണ്ടായിട്ട് ഞാൻ നിന്നെ തല്ല, നീ കൺമണിയെ കെട്ടുന്നതായിരുന്നു എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവുക. രക്ഷിക്കുന്നറിയാം. പക്ഷെ ഞാൻ നിന്നെ തല്ലി ഞാൻ ജയിലിലാവുന്ന ആരും പ്രതീക്ഷിച്ചു. ഞാൻ കൺമണിയെ കൊണ്ടുപോവേ അല്ലെങ്കിൽ അവിടെ ഒരു ട്വിസ്റ്റ് വരുത്തി. മൂപ്പര് ഫുൾ ട്വിസ്റ്റിന്റെ ആളാ, ഫുൾ ട്വിസ്റ്റ് ആണ്. പക്ഷെ ആ കാര്യത്തിൽ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയാനുള്ളത്, നിങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ ഭയങ്കരമായിട്ട് ഇടിച്ച് പഞ്ചറാക്കിന്ന്. എന്റെ ദേഹത്ത് ഒരു പാടുപോലും ഇല്ല, എന്റെ ദേഹത്ത് ഒന്നും കൊണ്ടിട്ട് പോലും ഇല്ല, ഇവനെ തൊട്ടിട്ടില്ല. ഞാൻ ശരിക്കും പറഞ്ഞ നല്ല പേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവനെ അടി കൊടുങ്ങോ. അതിനും വേണുചേട്ടൻ പ്രത്യേകം നന്ദി പറഞ്ഞു കേട്ടോ. കാരണം ഒരു ഡയറക്ടറാണ് നമുക്ക്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഹറിബറിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവന്റെ മേലെ എന്തായാലും കൊള്ളും. അമ്മ എടുത്തല്ല, ആ കസേര വെച്ച് ഇവനെ അടിക്കണ്ട്. കസേര ശരിക്കും പൊട്ടി. പക്ഷെ ആ കൊള്ളുന്നത് ഇവന്റെ ദേഹത്തല്ല. ഞാൻ വിചാരിച്ചു ഈശ്വര ഇത് എഡിറ്റ് ചെയ്ത് വരുമ്പോ എങ്ങനെയാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പക്ക ഭയങ്കര ഒറിജിനാലിറ്റി എനിക്ക് നമുക്കൊരു ഫ്രീഡം തന്നു. നമ്മൾ രണ്ടുപേരും അതിനനുസരിച്ച് എനിക്ക് തോന്നുന്നു ആ ഒരു മാനേജ് ചെയ്യും. ഫ്രീഡം പറഞ്ഞപ്പോഴാണ് വേണുചേട്ടൻ ഒരു ആക്ടർ എന്ന നിലയിൽ എന്തും, മീൻസ് നമുക്ക് കയ്യിൽ നിന്ന് ഇട്ട് ചെയ്യാവുന്ന എന്തിനും ഫ്രീഡം തരും.
ഇനി അഥവാ കൂടിപ്പോയി കഴിഞ്ഞാൽ അതിന്റെ വേണ്ട, അത്രയും വേണ്ട. എന്നെ വേറൊരു പേര് വിളിക്കായിരുന്നു പണ്ട്, ഞാൻ വിട്ടുപോയി. അപ്പം അത് വേണ്ട, ഇത് നാച്ചുറൽ ആക്ടിങ് വേണ്ടെന്ന് തന്നെ കളിയാക്കും. അപ്പൊ ഇനി വരുന്നത് കുറച്ച് കൂടിപ്പോയി. അപ്പൊ വേണിച്ചേട്ടൻ കൂടിപ്പോയോ പ്രാവശ്യം ചാത്തണ്ടാ സാറ് വേറെ എന്തോ പറഞ്ഞതാ. ഞാൻ കേട്ടത് കട്ട എന്ത് സാർ അഭിനയം കൂടിപ്പോയോ ചോദിച്ചത്. കാരണം ഞാൻ ചെയ്തത് നമുക്ക് മനസ്സിലാവില്ല ചേട്ടാ. കാരണം ഞാൻ ചെറുപ്പം മുതലേ അഭിനേതാവാവണം എന്ന് വിചാരിച്ചു വന്ന ഒരാളല്ല. നീ ഭയങ്കരമായിട്ട് ഞാൻ ചെറുപ്പം തൊട്ടേ എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ മടിയാണ്. കുറെ ആൾക്കാർ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ അവരുടെ മുമ്പ് കൂടെ നടക്കാൻ മടിയായിരുന്നു. അങ്ങനെ ഒരാളാണ് ഞാൻ. ചെറുപ്പം തൊട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ആക്ടിങ് ഒരുപാട് എപ്പോഴും പാഷനേറ്റ് എന്ന് തന്നെ പറയാമല്ലോ. ഒരിപ്പം വേറെ എന്തെങ്കിലും ഒരു കാര്യം എക്സൈറ്റ് ചെയ്യിപ്പിക്കത്തില്ല. ഒരു പുതിയ വർക്കല്ലേ, വർക്കിലൊരു ക്യാരക്ടർ, ഇത് മാത്രമാണ് എന്റെ മനസ്സിൽ ഭയങ്കര ഇത് പറഞ്ഞു ഒരു തുള്ളിച്ചാട്ടമാണ് ഉള്ളിൽ. എക്സൈറ്റഡ് ആണ്. എനിക്ക് ചെറുപ്പത്തിൽ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നതാ. എനിക്ക് അഭിനയം ഭയങ്കര ഇഷ്ടമായി. അഭിനയം ഭയങ്കര ഇഷ്ടമല്ല, അഭിനയിക്കാൻ ആ ലെവല് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ എനിക്ക് അഭിനയിക്കാൻ വെച്ചില്ല. എന്റെ ചെറുപ്പത്തിലെ 3ാം ക്ലാസ്സിൽ ഞാനൊരു നാടകത്തിന് എല്ലാവരും എന്തെങ്കിലും ചെയ്യണം. അപ്പൊ എന്നെ ഒരു നാടകത്തിന് പിടിച്ചപ്പോ എല്ലാരും കൂടി ചേർത്തി. ഞങ്ങളുടെ ലൈവ് നാടകടാ അന്ന് 3ാം ക്ലാസ് തോന്നുന്നത്. ആ ലൈവ് നാടകം നിർത്തിച്ചു, ജഡ്ജസ് നിർത്തിച്ചു. പറഞ്ഞേ അവൻ ചെയ്തത് മനസ്സിലായില്ല, ഒന്നുകൂടി ചെയ്യാൻ പറഞ്ഞത്. അതാരാന്നറിയോ? അതിനുശേഷം പിന്നെ സ്റ്റേജ് കണ്ടില്ല. എടാ ഒരു ലൈവ് നാടകം നിർത്തിയിട്ട് ഞാൻ ചെയ്തത് എന്താ മനസ്സിലായില്ല എന്ന് പറഞ്ഞു എന്നോട് ജഡ്ജസ്. ഞാൻ അത്രയും മോശമായിട്ട് ചെയ്തത്, അതുകൊണ്ടാണ് അവർക്കൊന്നും മനസ്സിലാവേണ്ടത്. എനിക്ക് കിളി പറഞ്ഞടാ, ഒരു ഫുൾ ആൾക്കാർ നിക്കണേ 3ാം ക്ലാസ് പറഞ്ഞു. ആടാ മീൻസ് അത് പറഞ്ഞ ആ നാടകം മനസ്സിലാവണ്ടേ, ഞാൻ എന്താ കൺവേ ആക്കി നമുക്ക് മനസ്സിലാവണ്ടേ, എന്താ കൺവേ ചെയ്യേണ്ടത് മനസ്സിലാവണ്ടേ. ആ സാധനം അവർക്ക് മനസ്സിലായില്ല. എന്നിട്ട് ആ ലൈവ് നാടകം നിർത്തി ജഡ്ജസ് ഇടപെട്ട്, മീൻസ് സ്കൂളിലാണ് കേട്ടോ, ജഡ്ജസ് ഒന്നുകൂടി അത് ചെയ്യാൻ പറഞ്ഞോട്. എന്നിട്ട് ഞാൻ ഒന്നുകൂടി ചെയ്തു. പിന്നെ അതിന് സ്റ്റേജ് കണ്ടില്ല. പിന്നെ എനിക്ക് ഭയങ്കര പേടി, ആൾക്കാരോട് സംസാരിക്കാൻ പേടിയായിരുന്നു. ആ ഇൻസിഡന്റ് ആണോ ശരിക്കും അങ്ങനെ? എനിക്ക് അറിഞ്ഞു ഭയങ്കര ഇൻട്രോവേർട്ട് മീൻസ് സംസാരത്തിലല്ല. എനിക്ക് കുറെ പേടികൾ, സ്റ്റേജ് ഫിയർ ഇപ്പോഴും ഉണ്ട് കേട്ടോ എനിക്ക്. എന്നെ ഇപ്പൊ നാളൊരു ഇനാഗ്രേഷൻ പോലത്തെ ഒരു പരിപാടി വിളിച്ചു. ഒരു കാറുണ്ട്, ഒരു ഇവിന്റെ ഫ്രീ ആണോന്ന രീതിയിൽ ചോദിച്ചു. എനിക്കന്ന് ശരിക്കും അത് അങ്ങനെ ഫ്രീ ആക്കാം, ഞാൻ പക്ഷെ ഫ്രീ ആന്ന് പറഞ്ഞില്ല. കാരണം ഈ സ്റ്റേജ് ഭയങ്കര പേടിയാ. ഇപ്പോഴും സ്റ്റിൽ എനിക്ക് സ്റ്റേജ് പേടിയാ. എനിക്ക് എന്താ സംസാരിക്കാൻ, അവിടെ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റില്ല. എന്റെ നാവ് ഭയങ്കരമായിട്ട് ഉടക്കും എന്റെ നാവ്. ഈ ചില ഡയലോഗ് പറയുമ്പോൾ നമ്മുടെ സീരിയലില് എവിടെയാണെങ്കിലും ചില ഡയലോഗ്സ് നമുക്ക് ഉടക്കും. അപ്പം ആ സാധനം എനിക്ക് ഭയങ്കര പേടിയാ. അപ്പം ആ പേടി എനിക്ക് മാറണം. അപ്പൊ ഇത്രയും ദൂരം മാറ്റി ചെറുപ്പം മുതൽ അഭിനയിക്കുന്നതിന്റെ ഇതില് എനിക്ക് അഭിനയിക്കാൻ പറ്റാത്ത ഒരാളാന്നുള്ള ധാരണയിൽ നിന്ന് ഇവിടെ വരെ കുറെ എന്റെ പേടികൾ മാറ്റി എത്തിയത്. അപ്പം ഞാനും ഇതും മാറ്റും. ഈ ആക്ടിങ് എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർ മാറി നിൽക്കും. അത് ഇഷ്ടം ഉണ്ടായിട്ട് മാറി നിൽക്കും. പക്ഷെ അങ്ങനെ മാറി നിൽക്കേണ്ട ഒരു സംഭവമല്ല. നിങ്ങൾക്ക് പഠിച്ചെടുക്കാം ആക്ടിങ്. ചിലവരുണ്ടാവും ഇൻബോൺ ആക്ടേഴ്സ് ഉണ്ടാവും. നമ്മുടെ മോഹൻലാൽ സാറ്, മമ്മൂട്ടി സാറൊക്കെ മാതിരി, മമ്മൂക്കിയും ലാലേട്ടനൊക്കെ മാതിരി ഇൻബോൺ ആക്ടേഴ്സ് ഉണ്ടാവും. എല്ലാവരും പഠിച്ചെടുക്കാനും പറ്റും. നമ്മളെ ഏറ്റവും എക്സാമ്പിൾ ഞാൻ ഫഹദ്, എന്താ അഭിനയം. ഇപ്പം ആസിഫ് അലി, നമ്മൾ ഫസ്റ്റ് കണ്ട അവരല്ല ഇപ്പൊ ഉള്ളത് ആൾക്കാർ. അവരുടെ കണ്ണുകൾ വരെ അഭിനയിച്ചെടുക്കുക. അപ്പം അവരും പഠിച്ചിട്ടാണ് ചെയ്യണത്. ഇപ്പം എനിക്ക് അത്രയും സൗകര്യങ്ങളൊന്നുമില്ല. ഞാൻ ഇവിടെ വന്ന് ഈ സെറ്റിൽ നിന്നാണ് പഠിക്കുന്നത്. ഞാൻ ഇവൻ ചെയ്യുന്നത്, ഹരിശാന്തേട്ടൻ ചെയ്യുന്നത്, അങ്ങനെ ഓരോരുത്തർ ചെയ്യുന്നത് നോക്കി അത് കോപ്പി ചെയ്യാൻ ഞാൻ ചെയ്യാറ്. എന്നെ ഹരിശാന്തേട്ടൻ നോക്കി കുറെ ട്രിക്കുകൾ, മീൻസ് അഭിനയിക്കുന്നതും. മൂപ്പർക്ക് ഡബിങ്ങിൽ അടിപൊളിയാണ്. ഏഹിനാന, ശ്യാം സിംഗ് റാവു അങ്ങനൊരു പടം ഉണ്ട്, ആ പടവും. പിന്നെ അതുപോലെ തന്നെ നാനിന്റെ കുറെ പടം മൂപ്പര ഡബ് ചെയ്ത് മലയാളത്തിലേക്ക്. അതുപോലെ തന്നെ നമ്മുടെ പുഷ്പ 2 ഫഹദിന് ഡബ് ചെയ്ത് നമ്മുടെ ഹരിശാന്തേട്ടനാണ്. എനിക്കറിയായിരുന്നു അത്. ഞാൻ ഞെട്ടിയടാ. എനിക്ക് ഫസ്റ്റ് സെക്കൻഡ് ഒരിക്കലും തോന്നൂല ഹരിശാന്തേട്ടന്റെ വോയിസ് ആണ് അത്. ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് നമ്മുടെ ഹരിശാന്തേട്ടനല്ല ചെയ്തത്, ഫഹദാണ് ചെയ്തതെന്നാ. പിന്നെയാണ് ഹരിശാന്തേട്ടനാന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒന്നും കൂടി അത് എടുത്ത് കണ്ടത്. പുഷ്പ 2 ഡബ് അല്ല മലയാളം ഒന്നും കൂടി എടുത്ത് കണ്ടത്. അപ്പോഴേ എനിക്ക് മനസ്സിലാവണം അത് ഹരിശാന്തേട്ടനാ ഡബ് ചെയ്തത്. അതുപോലെ നമ്മുടെ സെറ്റില് ഗോപകുമാർ എന്ന് പറഞ്ഞൊരു സീനിയർ ആക്ടിംഗ് ശൈലിയും നമുക്ക് ഇൻസ്പയറിംഗ് ആണ്. കാണാൻ കണ്ടുപഠിക്കേണ്ട പല പാഠങ്ങളും. അത് നമ്മുടെ പുലിമുരുകൻ ചെയ്ത ക്യാരക്ടർ നെയിം ഞാൻ മറന്നുപോയി. മൂപ്പനായിട്ട് ചെയ്തതാണ് ഗോപകുമാറങ്ങള്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഗോപകുമാറങ്ങളുടെ മുമ്പിൽ. കാരണം ഞാൻ പറഞ്ഞു ഞാനൊരു വലിയൊരു ആക്ടർ അല്ല, ഞാൻ പഠിക്കുകയാണ്. ഇവിടെ വന്നിട്ടാ പഠിക്കണം, അല്ലെങ്കിൽ എവിടെ പഠിക്കാൻ പോകും, അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ഞാൻ ഈ സെറ്റിൽ വന്ന് ഈ ആൾക്കാരെ അഭിനയിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ പഠിക്കണേ. അപ്പൊ ഗോപകുമാർ അങ്കിളിനെ പോലത്തെ വലിയൊരു
ആക്ടർ വന്നിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കും എന്തായാലും നെഞ്ചിരിക്കല്ലോ ഡയലോഗ് പറയുമ്പോൾ. എന്താണ് പക്ഷെ ഒരു ചീത്തയും ഭയങ്കര സപ്പോർട്ട് നമ്മളെ കൂടെ എങ്ങനെയാണോ നമ്മളെ ചെക്കന്മാരെ കൂടെ എങ്ങനെയാണോ ആ വൈബാണ് ഗോപകുമാരങ്ങൾ തന്നെ നമ്മുടെ എല്ലാ സൈറ്റിലും കേട്ടോ. ഒരാൾക്ക് അങ്ങനെ മാറി നിൽക്കുന്ന എല്ലാരെയും ഭയങ്കര കാര്യമാണ്. അപ്പൊ പിന്നെ ഞാനും വരുണും തമ്മില് എല്ലാരും വിചാരിക്കണം ഭയങ്കര ശത്രുക്കളാണ്. പക്ഷെ അല്ല, ഭയങ്കര കമ്പനിയാണ്. ഇങ്ങനെ ഇപ്പൊ നിന്നിട്ടായിരിക്കും അല്ലെങ്കിൽ അടുത്ത ഷോട്ടില് ഇങ്ങനെ നിൽക്കുന്നത് സംഭവം. എനിക്ക് ഇവന്റെ ആർക്കും ഹോസ്പിറ്റലായി കഴിഞ്ഞാലുള്ള അഭിനയം ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നലെ പ്രമോലുണ്ട് നിന്റെ കാൽ പിടിച്ചിരിക്കുന്ന ആർപ്പ് നേരത്തെ ഒന്നും കൂടി കുറച്ചും കൂടി ഒരു ഞാൻ ഒന്നുകൂടി നേരത്തെ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ പ്രമോല് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രമോ വന്നിട്ടുണ്ട്. അത് ആ പ്രമോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നന്നായിട്ട് പ്രമോ ആക്കിയിട്ടുണ്ട്. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ആക്കിയപ്പോ ഭയങ്കര രസം. എനിക്കും ആ സീൻസും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ആ കാല് പിടിച്ചിരിക്കുമ്പോ എനിക്ക് സത്യം ചിരി വരും. നീ അവിടെ കിടക്കല് ഞാൻ ശരിക്കും ഇവന് എന്തെങ്കിലും പറ്റുമെന്ന് വിചാരിച്ചാന്ന്. പക്ഷെ ഭാഗ്യത്തൊന്നും പറയും ചെറുതായിട്ട് ഇവിടെ എന്തോ മുട്ടിണ്ടല്ലോ, അല്ല ഇങ്ങനെ ആക്കിയപ്പോ ഇങ്ങനെ മുട്ടിണ്ട് ഈ ലെവലില്. പക്ഷെ ഈ ഇറച്ചിയാണ് കൊണ്ടുപോയി. ഇതിന്റെ ഇറച്ചി മീൻസ് മലപ്പുറം തിങ്സ് മാംസം എന്നാണോ പറയുന്നത്? ഞങ്ങള് ഇറച്ചി എന്നൊക്കെ പറയും. മലപ്പുറം തിങ്സ് ഇതാ. അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയുള്ളത്. നിനക്ക് നീ പറയണോടാ? എനിക്ക് എന്താ പറയാ, എനിക്ക് ഇവിടെ സെറ്റിൽ വളരെ ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ ഒരു 7-8 വർക്കുകൾ ചെയ്തു. അപ്പൊ അതില് ഫസ്റ്റ് തുടങ്ങിയത് ഭ്രമണമാണ്. അതിൽ ഹരിലാൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പൊ അതും പിന്നെ ചാക്കോ, ഇതേ പ്രൊഡക്ഷന്റെ തന്നെ ചാക്കോയ് മേരിയില് നായകനായിരുന്നു, ടൈറ്റിൽ ക്യാരക്ടറായിരുന്നു. അതിനുശേഷം ഞാൻ സിബി സാറിന്റെ ഒരു വർക്ക് ചെയ്യുന്നത് ഇതാണ്. അതിനിടയ്ക്ക് ഒരുപാട് വർക്കുകൾ ചെയ്തു കഴിഞ്ഞു ഏഷ്യാനെറ്റിലും. അതെല്ലാം പറഞ്ഞല്ലേ എല്ലാം നല്ല ഇമ്പോർട്ടന്റ് ആണ്, പ്ലസ് ഫേവറേറ്റ്സ് ആണ്. എങ്കിലും നമുക്ക് കുറച്ചുകൂടി ഒരു ഇഷ്ടം കൂടുതൽ തോന്നുന്നത് ഹരിലാൽ ഉണ്ട്, ജൂനിയർ ഹരിലാൽ. അത് കഴിഞ്ഞിട്ട് ചാക്കോയും ഉണ്ട്. പിന്നെ എനിക്ക് വരുണിനോടൊരു പ്രത്യേക ഇഷ്ടം തോന്നുന്ന സീരിയലില് തീർച്ചയായിട്ടും അതല്ലോ. ഇവന് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ നീ ആദ്യമായിട്ട് ഇത്രയും ഫ്രീഡത്തോടെ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ആ രീതിക്ക് ചെയ്യാൻ പറ്റും. ഭയങ്കര ഓരോ ആൾക്കാരും ഇവന്റെ ഷോട്ട് കഴിഞ്ഞാൽ കൈയടിക്കുന്ന ഞാൻ കാണാറുണ്ട്. ഞാൻ ഇവനോട് കുറെ പ്രാവശ്യം വേണ്ട അത് അടിപൊളിയായിട്ടോ പറയുന്നുണ്ട്. കാരണം സൈക്കോസ് നമ്മൾ പല രീതി കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവന്റെ രീതിയിലെ സൈക്കോസിന് ആദ്യമായിട്ട് ഇവന്റെ കണ്ണും ചില സീൻസ് കണ്ണൊക്കെ പോകുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ കുതിച്ചിട്ട് ഓർമ്മിക്കാനൊക്കെ തോന്നും. എനിക്ക് തോന്നാറുണ്ട് ഇടയ്ക്ക് നിന്റെ കിടക്കത്തുള്ള കളി കാണുമ്പോഴേ. അപ്പോഴും നന്നായി പറഞ്ഞല്ലോ, എനിക്ക് ചെയ്യാനൊരു ഫ്രീഡം ഉണ്ട്. അപ്പൊ എന്ത് ചെയ്താലും ഇപ്പൊ ഓക്കെ അത് വേണമെങ്കിൽ സാറ് പറയും എടാ ഞാൻ എന്തെങ്കിലും എക്സ്ട്രാ ഇടുമെന്ന് പറയാ, അപ്പൊ ഒന്നും പറയത്തില്ല, അപ്പൊ മനസ്സിലാവും ആ കുഴപ്പമില്ല ശരിയായി. പിന്നെ വേണിച്ചേട്ടൻ ഇടയ്ക്ക് ഗുഡ് എന്നൊക്കെ പറയുള്ളൂ. ഇവന്റെ അധിക സീൻ വരുമ്പോൾ ഗുഡ് പറയാറ്, ഗുഡ് പക്ക ഇങ്ങനെ പറയുള്ളൂ. ചെയ്യാനുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ട്. വേണിച്ചേട്ടന്റെ ചില സാധനങ്ങൾ പോരെങ്കിൽ ആ പോട്ടെ എന്ന് പറയും. നമുക്ക് ഒന്നുകൂടെ പോയാ പോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാ അതിന് അത് പക്ക ഓക്കെ ആയില്ല, ഓക്കെ വെക്കണുള്ളൂ. അപ്പൊ നമ്മൾ ഒന്നുകൂടി വേണിച്ചേട്ടൻ ഒന്നുകൂടി ചെയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെ അത് ഇംപ്രൂവൈസ് ചെയ്യാറ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നീ വേണുചേട്ടന് എന്തായാലും കാണണം. വേണുചേട്ടനെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് സ്റ്റോറിയില്. എന്തായാലും അയച്ചൊരു വേണുചേട്ടന്. എനിക്ക് ഇത്ര ഫ്രീഡം കിട്ടിയ ഡയറക്ടർ വേറെ അല്ല വെൺസാറുണ്ട്. പ്ലസ് അതിനു മുന്നേ കണ്ണൻ താമരക്കുളം എന്ന് പറഞ്ഞു കണ്ണൻചേട്ടൻ ഞങ്ങൾ ഫസ്റ്റ് പൈലറ്റ് ഡ്രൈവർ കുറച്ച് കാലം ഉണ്ടായിട്ടുള്ളായിരുന്നു. കണ്ണൻചേട്ടനാണ് എന്നതിൽ കാസ്റ്റ് ചെയ്തെന്ന് തോന്നുന്നു അല്ലെ? ചാക്കോയ് മേരിയില് എന്റെ പോർഷൻസ് 2-3 ഷെഡ്യൂൾ കണ്ണൻചേട്ടനായിരുന്നു. പക്ഷെ ഞാനും വേണുചേട്ടൻ വേറെ ബന്ധമുണ്ട്. വേണുചേട്ടൻ വേറൊരു സീരിയല് ചെയ്യാൻ നിൽക്കണ്ടായിരുന്നേ. അതിലേക്ക് ഞാൻ എന്നെ കാസ്റ്റ് ചെയ്യാൻ ഞാനും വേണിച്ചേട്ടൻ തമ്മിൽ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തായിരുന്നു. പക്ഷെ അത് നടന്നില്ല. അത് നടന്ന മീൻസ് വേണിച്ചേട്ടൻ ആ പ്രൊജക്ട് നീണ്ടുപോയി. അത് കഴിഞ്ഞിട്ടാണ് വേണിച്ചേട്ടനെ ഞാൻ ഇവിടുന്ന് കാണുന്നത് ആദ്യമായിട്ട്, ഇവിടുത്തെ ഷൂട്ടിന്. പിന്നെ പൈലറ്റ് വേണിച്ചേട്ടൻ ചെയ്യാൻ വന്നല്ലോ, അപ്പോഴാണ് വേണിച്ചേട്ടൻ ആദ്യം കാണുന്നത്. അപ്പൊ ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധമുണ്ട്. പിന്നെ വേറൊരു പ്രത്യേക ബന്ധം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു നാട്ടുകാരാണ്. വേണുചേട്ടൻ ഞാനും ഒരേ നാട്ടുകാരെ. വേണുചേട്ടൻ വള്ളിക്കുന്ന്, ഞാൻ ശരിക്കും കാക്കഞ്ചേരിയാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിന്റെ അടുത്ത്. അത് ശരിക്കും ഞങ്ങളത് വരുന്നത് മലപ്പുറം കോഴിക്കോട് ബോർഡറിലാണ് എന്റെ വീട് വരുന്നത്. അപ്പൊ ഞങ്ങൾ തൊട്ടടുത്ത നാട്ടുകാരും കൂടിയാണ്. പക്ഷെ ഇവിടെ വന്നിട്ടാണ് പരിചയപ്പെട്ടത്, കമ്പനി ആയത്. ശരിക്കും അടിപൊളി നല്ല ശരിക്കും ഭയങ്കര നല്ല ഫേവറേറ്റ് ബോണ്ടിങ് ആണ്. അപ്പൊ അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെന്താ അത്രേ ഉള്ളൂ. ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല. നീ ഫുഡ് കഴിച്ചോ? ഇല്ല. വാങ്ങിച്ചു തരുമോ? വാങ്ങിച്ചു തരാം. എനിക്കൊരു മസാല ദോശ.
നിങ്ങൾക്ക് മസാല ദോശ ശരി. ഒരു കോഫി ആലോചിക്കാം അല്ലേ. അപ്പം ഇന്ന് ഞാൻ മസാല ദോശയും കോഫിയും ഞാൻ ഇവന് വാങ്ങിക്കൊടുക്കും. ബിരിയാണിയും മന്തിയും ഇവരെ കൂടി ഞാൻ കൂടി തിരിച്ചു വാങ്ങിപ്പിക്കും. ഞാൻ ഉച്ചയ്ക്ക് പോകണം, എനിക്ക് വേറെ നിങ്ങൾക്ക് ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞേ. ഉച്ചയ്ക്ക് ഷൂട്ടുണ്ട്. അപ്പം ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ഇനിയും കുറച്ച് എന്തെങ്കിലുമൊക്കെ സംഭവമായിട്ട് ഞാൻ വരാം. ഞങ്ങളുടെ തന്നെ ഡീറ്റെയിൽസ് ആയിട്ട് വരാം. അപ്പം ഓക്കെ, ബൈ ബൈ. ഉണ്ടോ ദേഷ്യത്തിലൊക്കെ സംഭവം. ഇവനെ കണ്ടാൽ അനിയനും എന്നെ കണ്ട ഏട്ടനാ തോന്നും, പക്ഷെ ഇവനാണ് ഏട്ടൻ. എന്നെക്കാട്ടിയും അഞ്ചാറോ ഉണ്ട്. വെറുതെ പറയാം, 30+ ഉണ്ട് ഇവന്. കറക്റ്റ് വയസ്സ് പറയില്ല, 30 പോടാ. മിണ്ടരുത്, നിനക്ക് 22. എനിക്ക് അങ്ങനെയാണെങ്കിൽ ഓക്കെ, 22 ആണെങ്കിൽ ഓക്കെ. ബൈ. ഇപ്പൊ ഇങ്ങനെ പറയണ ബൈ, ഇതാണ് സ്റ്റൈൽ. ബൈ. അയ്യോ, ഇത് കറക്റ്റ് പോയില്ലല്ലോ.